ഇവിടെ ഇങ്ങനെ കുറേ സ്നാക്സ് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് 20 പാക്കറ്റ് $5 ഉള്ളൂ. എല്ലാം പല പല വെറൈറ്റി സംഭവങ്ങളൊക്കെ, കുഞ്ഞു കുഞ്ഞു പാക്കറ്റിലെ സ്നാക്സ് ഒക്കെ. അപ്പോൾ നമുക്ക് മേടിച്ച് നോക്കിയിട്ട് എങ്ങനെ ഉണ്ടോ നോക്കാം. ഫസ്റ്റ് വൺ എഗ്ഗിൻ്റെ ഒരു സ്നാക്കാണ്. പാക്കറ്റ് പൊട്ടിക്കുമ്പോൾ തന്നെ മുട്ടയുടെ മണമാണ് വരുന്നത്. നല്ല ക്രിസ്പിയാണ്, ഉള്ളിലായിട്ട് ഇങ്ങനെ ഒരു ക്രീമി ഫില്ലിംഗ് ഉണ്ട്. കഴിക്കുമ്പോൾ വലുതായിട്ട് മുട്ടയുടെ ടേസ്റ്റ് ഒന്നുമില്ല. നമ്മൾ കടുക് വറുക്കുമ്പോൾ ഒരു മണമില്ലേ, അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് ടേസ്റ്റ് ആയതിന്. ചെറിയൊരു മധുരവും പിന്നെ ഉപ്പും ഒക്കെ ചേർന്നിട്ടുള്ളൊരു ടേസ്റ്റ്. അടുത്തത് ഗ്രീൻ പീസിൻ്റെ ഒരു സ്നാക്കാണ്. നമ്മുടെ നാട്ടിലൊക്കെ പച്ചക്കടല വറുത്തത് കിട്ടത്തില്ല, അതുപോലെ ചെറിയൊരു മസാലയുടെ ഫ്ലേവർ ഉണ്ട്. അല്ലാതെ നമ്മുടെ നാട്ടിൽ ഉപ്പിട്ട് വറുത്ത് കിട്ടത്തില്ലേ, ആ സെയിം തന്നെയാണ്. അതിൻ്റെ കൂടെ നമ്മുടെ മാഗി മസാല കൂടെ ചേർത്ത് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും, അതേ കണക്ക്. അടുത്തത് 2 ജെല്ലീസാണ്. ഇത് രണ്ടും സെയിം ആണ്, പക്ഷേ ഫ്ലേവറിന് മാത്രമേ വ്യത്യാസമുള്ളൂ. ഒരെണ്ണം നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഇതിന് ലിച്ചിയുടെ ഫ്ലേവറാണ്, കുഴപ്പമില്ല. അടുത്തത് ലോലിപോപ്പ് കണക്കൊരു സംഭവമാണ്. ഇത് ജിന്നെ ബ്ലൂബെറി ഹൗത്തോൺ സ്റ്റിക്ക്. ഹൗത്തോൺ എന്ന് പറഞ്ഞൊരു ബെറിയാണ്. അപ്പോൾ അതും ബ്ലൂബെറിയും കൂടെ ചേർത്തിട്ടുള്ളൊരു സ്റ്റിക്കാണ്. ഓ, കാണാനും കൊള്ളാം. പിഗിൻ്റെ ഷേപ്പ്. പുളിയും മധുരവും കൊള്ളത്തില്ല. ഇത് വാഫിൽ ബ്രെഡ് സ്റ്റിക്കാണ്. ക്രീമി ചീസ് ഫ്ലേവറാണ് ഇതിന്. ഇതേപോലത്തെ സെയിം സാധനം ഇവിടെ 7-Eleven ബ്രെഡ് സ്റ്റിക്കെന്നോ അങ്ങനെ എന്തോ പറഞ്ഞിട്ട് കിട്ടും $1. ഇതിൻ്റെ ഫില്ലിംഗ് ആയിട്ട് ചീസിൻ്റെ ഒരു ക്രീമാണ് കൊടുത്തേക്കുന്നത്. അടുത്തത് എഗ്ഗ് കൊണ്ടുള്ളൊരു കുക്കീസ് കണക്കൊരു സാധനമാണ്. ഇതേപോലത്തെ ഒരു സാധനം നമ്മുടെ നാട്ടിലുണ്ട് കേട്ടോ. ഇതിന് എഗ്ഗിൻ്റെ ടേസ്റ്റ് ഭയങ്കര രീതിക്കുണ്ട് കേട്ടോ. പിന്നെ ചെറിയൊരു വാനില ഫ്ലേവറൊക്കെയാണ് വരുന്നത്. ഇത് എഗ് ഫ്ലേവറിലുള്ള ഡലിയുവാൻ യൂറോപ്യൻ കേക്കാണ്. ഒരു മിനി കപ്പ് കേക്കിൻ്റെ ഒക്കെ രൂപത്തിലാണ്. ഭയങ്കര മുട്ടയുടെ ഫ്ലേവർ, പിന്നെ ഉപ്പ് രസമാണ്, ചെറിയൊരു മധുരമേ ഉള്ളൂ, അത്രയ്ക്ക് ഇങ്ങോട്ട് നല്ലതല്ല. ഇത് റൈസ് ക്രസ്റ്റ് പെപ്പർ ഹോട്ട് ഫ്ലേവർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു സ്നാക്കാണ്. നല്ല ക്രിസ്പി ആയിരിക്കും എന്നാണ് തോന്നുന്നത്. ഈ റൈസ് ചിപ്സ് എന്തെങ്കിലും ആയിരിക്കും. ഇത് കുഴപ്പമില്ല കേട്ടോ. നമ്മുടെ ഗരം മസാലയുടെ അതേ ഫ്ലേവർ, കുറച്ച് മല്ലിയുടെ ഫ്ലേവറാണ് കൂടുതലായിട്ട് നിൽക്കുന്നത്. വലിയ കുഴപ്പമില്ല, കഴിക്കാൻ നല്ല എരിവുണ്ട്. ഇത് ഷ്രെഡഡ് ബ്രെഡാണ്. നമ്മുടെ നോർമൽ ബണ്ണ് കഴിക്കുന്ന കണക്കേ എനിക്ക് തോന്നുന്നത് ഷ്രെഡഡ് ബ്രെഡ് എന്ന് പറയാൻ കാരണം കണ്ടോ, കുറേ ഫ്ലാക്കിയാണിത്. മേ ബി അതുകൊണ്ടായിരിക്കും. നമ്മൾ ഇത്രയും നേരമായിട്ട് 10 സ്നാക്സേ കാണിച്ചിട്ടുള്ളത്. ടോട്ടൽ 20 സ്നാക്സ് ഉണ്ട്. അപ്പോൾ ഇനി ബാക്കി 10 അടുത്ത പാർട്ടായിട്ടിടാം. ഇപ്പോൾ എൻ്റെ വയറിൽ സ്ഥലമില്ല, വയറ് ഫുള്ളായി. നമ്മൾ ഇത്രയൊക്കെ കഴിച്ചില്ലേ. അപ്പോൾ